കുംഭമേളയ്ക്കിടയിൽ കണ്ട ചില കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുംഭനഗരിയിലെത്തിയപ്പോൾ ആകർഷിച്ച പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയായിരുന്നു നദിക്ക് കുറുകെ നിർമ്മിച്ചിരുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായ പോണ്ടൂൺ പാലങ്ങൾ. ഇത്തരത്തിലുള്ള 30ഓളം പാലങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. റോഡ് ഹൈവേ ഗതാഗത മന്ത്രാലയം നിർമ്മിച്ച ഇത്തരം പാലങ്ങൾ ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു വർഷത്തിലേറെയുള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. പഴയകാലത്തെ പേർഷ്യൻ സാങ്കേതികവിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഇത്തരം പോണ്ടൂൺ പാലങ്ങളിലൂടെ ലോറികൾക്ക് പോലും അനായാസമായി കടന്നു പോവാം. ഈ പാലങ്ങളുടെ അടിയിൽ 2200-ലധികം പൊങ്ങിക്കിടക്കുന്ന ഇരുമ്പ് ക്യാപ്സ്യൂളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് അത്ഭുതം എന്ന് വിളിക്കുന്ന ഈ ഓരോ പാലത്തിനും 5 ടണ്ണിലേറെ ഭാരം വഹിക്കാനും കഴിയും. വലിയൊരു ജനക്കൂട്ടത്തിന് സുരക്ഷിതമായി ഒരേ സമയം കടന്നു പോകാനും പറ്റും. അതേസമയം അധികം അറ്റകുറ്റപ്പണികളും വേണ്ട എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. BC 480-ൽ പേർഷ്യൻ അധിനിവേശ വേളയിൽ പേർഷ്യൻ രാജാവായ സർക്സസ് ഒന്നാമനാണ് പോണ്ടൂൺ പാലങ്ങൾ ആദ്യമായി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. 11-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ഷൗ രാജവംശവും ഇത്തരം പാലങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇത്തരം പാലം 1874-ൽ ഹൗറയ്ക്കും കൽക്കത്തയ്ക്കും ഇടയിൽ ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ചതാണ്. പക്ഷേ അത് തടിപ്പോണ്ടൂണുകളായിരുന്നു എന്ന് മാത്രം. 1943-ൽ ഇത് പൊളിച്ചു മാറ്റുകയും ചെയ്തു. പ്രയാഗ്രാജിൽ ഇതിനെ പൈപ്പ് ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. കട്ടിയുള്ള ഇരുമ്പ് തകിടുകൾ കൊണ്ട് നിർമ്മിച്ച പൊള്ളയായ പോണ്ടൂണുകൾ ക്രെയിനുകളുടെ സഹായത്തോടെ നദിയിൽ സ്ഥാപിക്കുന്നു. തുടർന്ന് അതിൻ്റെ മുകളിൽ ഗർഡർ ബീമുകൾ സ്ഥാപിച്ച് നട്ടുകളും ബോൾട്ടുകളും ഉപയോഗിച്ച് അതിനു മുകളിൽ കട്ടിയുള്ള ഇരുമ്പ് തകിടുകളും പലകകളും ബലമുള്ള കൈവരികളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ 5 ടണ്ണെന്ന ഭാരപരിധി കഴിഞ്ഞാൽ അപകട സാധ്യതയുമുണ്ട്. അതിനാൽ ജനക്കൂട്ടത്തെ വളരെ നിയന്ത്രിച്ചാണ് ഇവിടെ കടത്തിവിട്ടിരുന്നത്. മഹാകുംഭമേളയ്ക്കിടയിലെ ഒരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു ഈ പോണ്ടൂൺ പാലങ്ങൾ. ത്രിവേണി സംഗമസ്ഥാനവും അഖാഡ പ്രദേശങ്ങളും തമ്മിലുള്ള സുപ്രധാന കണ്ണി തന്നെയായിരുന്നു ഇവ. മഹാകുംഭമേളയ്ക്കായി നിർമ്മിച്ച ഈ 30 പൈപ്പ് പാലങ്ങൾ ഇത്തരത്തിലുള്ള ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നിർമ്മിതിയാണ്. മേള അവസാനിച്ചതിന് ശേഷം ഇവ പൊളിച്ചു മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ഉപയോഗത്തിനായി സൂക്ഷിക്കും. ഈ പാലങ്ങളുടെ നിർമ്മാണത്തിനായി ഏതാണ്ട് 17.31 കോടി രൂപ ചിലവായതായിട്ടാണ് പറയുന്നത്. സൈനികമായ ആവശ്യങ്ങൾക്കാണ് ഇത്തരം പോണ്ടൂൺ പാലങ്ങൾ കൂടുതലായി നിർമ്മിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും 2 ലോകമഹായുദ്ധകാലത്തും ഇത്തരം പോണ്ടൂണുകൾ വ്യാപകമായി സൈന്യം ഉപയോഗിച്ചിരുന്നു. അതുപോലെ പ്രയാഗ്രാജിൽ ചെന്നാൽ സന്ദർശിക്കേണ്ട മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് നാഗവാസുകി ക്ഷേത്രം. ത്രിവേണി സംഗമത്തിൻ്റെ വടക്ക് ഭാഗത്തായി ദാരാഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 12 മാധവ ക്ഷേത്രങ്ങളിൽ അസീമാധവ് എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രമാണ്. ഇവിടെ നാഗരാജാവായ വാസുകിയാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രം തീർച്ചയായിട്ടും ഒന്ന് കാണുക തന്നെ വേണം. നല്ല ജനത്തിരക്കുണ്ടെങ്കിലും ശാന്തമായ ഒരു അന്തരീക്ഷം. മനോഹരമായ ഉത്തരേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണിത്. പ്രധാന റോഡിൽ നിന്നും അല്പം ഉയർന്ന ഒരു ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 വശങ്ങളും ഒരു കോട്ട പോലെ ഉയർത്തി കെട്ടിയിരിക്കുന്നു. മുൻവശത്തായി നീളത്തിൽ പടവുകളും കെട്ടിത്തിരിച്ചിട്ടുണ്ട്. മുൻവശത്തെ മതിലിൻ്റെ മുകളിലായി വാസുകിയുടെ അതിഗംഭീരമായ വലിയൊരു ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ഈ ഒരു സമുച്ചയത്തിന് പോലും നൽകിയിരിക്കുന്ന ആ പെയിൻറ്റിങ്ങുകളും അതിൻ്റെ പൗരാണികതയെ എടുത്തു കാണിക്കുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണിത്. മകുടി വായിക്കുന്ന ശബ്ദം കേട്ട് ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. മകുടിവാനയിലൊക്കെ ലയിച്ച് ഗംഭീരനായ ഒരാൾ കൂടയുടെ ഉള്ളിൽ നിന്നും പത്തി വിടർത്തി നിന്ന് ആടുന്നു. ഈ കാഴ്ചകൾ കാണാൻ ചുറ്റുപാടും ഒരുപാട് ആളുകളും കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരല്പം ഇടുങ്ങിയ ഇടനാഴിയിലൂടെ പടികൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ. പരമ്പരാഗത ഉത്തരേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിലുള്ള മനോഹരമായൊരു ക്ഷേത്രം. ഒരു പ്രത്യേക ഊർജം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ശ്രീകോവിലിനുള്ളിൽ 5 ശിരസോടുകൂടിയ വാസുകിയുടെ ശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവൻ, ഗണപതി, പാർവതി ദേവി, ഭീഷ്മ പിതാമഹൻ എന്നിവർക്കായി ഉപദേവാലയങ്ങളുമുണ്ട്. പുരാണങ്ങൾ പറയുന്ന അനുസരിച്ച് സമുദ്രമഥന സമയത്ത് മന്ധരപർവ്വതത്തെ ചുറ്റിയ കയറായി പ്രവർത്തിച്ചതുകൊണ്ട് സമുദ്രമഥനത്തിന് ശേഷം ശരീരത്തിലുണ്ടായ മുറിവുകൾ ഉണങ്ങുന്നതിനു വേണ്ടി ഇവിടുത്തെ സരസ്വതി നദിയിൽ വാസുകി സ്നാനം ചെയ്തുവെന്നും അതോടുകൂടി ദേഹത്തെ മുറിവുകൾ ഭേദമായി എന്നുമാണ് ഐതിഹ്യം. അതിനുശേഷം ഇവിടെ നിന്ന് പോവാനൊരുങ്ങിയ വാസുകിയോട് മുനിമാരും ഋഷിമാരുമൊക്കെ ഇവിടെ തന്നെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ കുടികൊള്ളുകയായിരുന്നു എന്നുമാണ് വിശ്വാസം. പക്ഷേ അതിന് ചില നിബന്ധനകളും വാസുകി മുന്നോട്ട് വെച്ചു.
ശ്രാവണമാസത്തിലെ നാഗപഞ്ചമിയിൽ ഭക്തർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് തന്നെ ആരാധിക്കണമെന്നതായിരുന്നു അത്. ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് എന്നാണ് വിശ്വാസം. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി വരുന്ന നാഗപഞ്ചമി ദിനത്തിൽ ഇവിടെ ഭയങ്കരമായ ഭക്തജനത്തിരക്കുമാണ് അനുഭവപ്പെടുക. കാളസർപ്പദോഷത്തിൽ നിന്ന് മോചനം നേടാൻ ആരാധിക്കാവുന്ന ഭാരതത്തിലെ 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തിയപ്പോൾ വാസുകിയുടെ ഒരു ക്രൂര രൂപം പ്രത്യക്ഷമായെന്നും പടയാളികൾ ഭയന്ന് പിന്മാറി എന്നുമാണ് ചരിത്രം. നഗരത്തിലുള്ള പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടെങ്കിലും ഈ ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഔറംഗസേബിന് കഴിഞ്ഞതുമില്ല. ഇപ്പോഴുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഘടന 18-ാം നൂറ്റാണ്ടിൽ ശ്രീധർ ഭോൺസ്ലെ എന്ന മറാത്ത രാജാവ് പുതുക്കി നിർമ്മിച്ചതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദശാശ്വമേധഘട്ട്. പ്രയാഗ്രാജിൽ ഗംഗാനദിയുടെ തീരത്തുള്ള ഘാട്ടുകളിൽ ഏറ്റവും പവിത്രമായ ഒരു ഘാട്ടാണിത്. ഇവിടെ ഒരു ശിവക്ഷേത്രവുമുണ്ട്. ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് ബ്രഹ്മദേവൻ 10 കുതിരകളെ ഉപയോഗിച്ച് അശ്വമേധയാഗം നടത്തിയ സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഗംഗാ ആരതിയും പതിവുണ്ട്.